നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമൽ ഖബ്റു റൗളത്തും മിൻ റിയാദിൽ ജന്ന. ഒന്നുകിൽ ഖബർ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ഒരു തോട്ടമായിരിക്കും, ഔ ഹുഫ്റത്തുൻ മിൻ ഹുഫരിൻ നാർ, അല്ലെങ്കിൽ നരകത്തിലെ ഒരു കുഴിയായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്ക് സ്വർഗീയ അനുഭവങ്ങളായിരിക്കും ഖബറിൽ ഉണ്ടാവുക. മറ്റു ചില ആളുകൾക്ക് പ്രയാസങ്ങളായിരിക്കും ഉണ്ടാകുക. അതുകൊണ്ട് തന്നെ വിശ്വാസി ഖബറിൽ ജീവിക്കുമ്പോൾ അവന് സ്വർഗം കാണിക്കപ്പെടും. അവൻ അനുഭവിക്കാനുള്ള സുഖങ്ങൾ അവൻ അറിയും. അള്ളാഹുവിനോട് ദുആ ചെയ്യും, റബ്ബി അഖിമിസ്സാഅ, റബ്ബെ ഖിയാമത്ത് നാൾ എത്രയും പെട്ടെന്ന് ആക്കണമേ. ഹത്താ അർജിഅ ഇലാ അഹ്ലി വമാലി, എനിക്ക് എൻ്റെ കുടുംബത്തിലേക്കും സമ്പത്തിലേക്കൊക്കെ തിരിച്ചു പോകാൻ എനിക്ക് ഖിയാമത്ത് നാൾ സംഭവിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. എന്നാൽ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ മോശപ്പെട്ട അവസ്ഥയിൽ ജീവിച്ച ഫാജിറിനെ സംബന്ധിച്ചിടത്തോളം അവൻ പ്രാർത്ഥിക്കുക, റബ്ബി ലാ തുഖിമിസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിപ്പിക്കല്ലേ എന്നാണ്. കാരണം ഇപ്പോൾ അനുഭവിക്കുന്നതിനേക്കാൾ ശക്തമായ ശിക്ഷയാണ് എനിക്ക് വരാനുള്ളത് എന്നവന് ബോധ്യപ്പെടും. അപ്പോൾ പറയും, റബ്ബി ലാ തുഖിമിസ്സാഅ, ഖിയാമത്ത് നാൾ സംഭവിക്കല്ലേ എന്ന് പറയും. ഖിയാമത്ത് നാളിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. നമ്മൾ ചിന്തിക്കണം, ആലോചിക്കണം. കാരണം ഖിയാമത്ത് അത് ഒരു ദിവസമാണ്. യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദിവസമാണ്. ഒരു ദിവസം അതിൻ്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷമാണ്. ഷെയ്ഖ് ബാമൂസ ഹഫിളഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ ഒരു സംസാരത്തിൽ പറഞ്ഞൊരു വാക്ക് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നിരുന്നു. ഇസ്തിറാഹയിൽ സംസാരിച്ചത് 50,000 വർഷം എന്ന് പറഞ്ഞാൽ 50,000 ദിവസമല്ല, 50,000 വർഷം. 50,000 വർഷം എന്ന് പറഞ്ഞാൽ ദുനിയാവായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ ദുനിയാവിൽ 70 വർഷം ജീവിക്കാൻ ഒരാൾക്ക് തൗഫീഖ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പരലോകത്തെ 50,000 വർഷവും ദുനിയാവിൽ ഇപ്പോൾ നമ്മൾ 70 വർഷം ഒരാൾ ജീവിച്ചാൽ അത് താരതമ്യം ചെയ്യുമ്പോൾ ഖിയാമത്ത് നാളിൻ്റെ 2 മിനിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. സുബ്ഹാനല്ലാഹ്. ഖിയാമത്ത് നാളിൻ്റെ 2 മിനിറ്റായിരിക്കും 70 വർഷം ഒരാൾക്ക് ജീവിക്കാൻ പറ്റിയാൽ ഖിയാമത്ത് നാളിൽ അതിൻ്റെ ദൈർഘ്യം വെച്ച് നോക്കുമ്പോൾ 2 മിനിറ്റാണ്. കാരണം 50,000 വർഷം നമ്മൾ 24 മണിക്കൂർ കണക്കാക്കുകയാണെങ്കിൽ 50,000-നെ 24 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2073 വർഷം ഏകദേശം. 2073 വർഷമാണ് അവിടുത്തെ 1 മണിക്കൂർ. 24 മണിക്കൂറായിട്ട് കണക്കാക്കുകയാണെങ്കിൽ പിന്നെ 1 മണിക്കൂറിന് 60 മിനിറ്റാണ്. അങ്ങനെ കൂട്ടുമ്പോൾ 35 വർഷമാണ് 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ. അവിടുത്തെ 50,000 വർഷമായിട്ട് അപ്പോൾ ശരിക്കും 2 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 70 വർഷമായി. 2 മിനിറ്റ് ജീവിതമാണ് ശരിക്കും 70 വർഷം ജീവിച്ച ഒരാൾക്ക്. ഖിയാമത്ത് നാൾ 50,000 വർഷം എന്ന് പറഞ്ഞല്ലോ, അതാണ് അവസ്ഥ. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമാണ്. ഖിയാമത്ത് നാളായിട്ട് ബന്ധപ്പെടുമ്പോൾ 2 മിനിറ്റേ ഉള്ളൂ നമ്മുടെ ജീവിതം. അത് 70 വർഷം കിട്ടിയവർക്ക്, എല്ലാവർക്കും 7 വർഷം കിട്ടണമെന്നില്ല. അല്ലാഹു തആല നമ്മുടെ ആഖിബത്ത് നന്നാക്കുമാറാവട്ടെ. അദാബുൽ ഖബർ മുൻഖത്യ, അത് അനുഭവിച്ചു കഴിഞ്ഞാൽ നിലച്ചു പോകുന്ന ആളുകളുണ്ട്. തുടർച്ച ഖിയാമത്ത് നാൾ സംഭവിക്കുന്നത് വരെ തുടരെ ശിക്ഷ ലഭിക്കുന്ന ആളുകളുണ്ട്. അവർ കാഫിറുകളാണ്. മറ്റുള്ള ആളുകൾക്ക് അവരുടെ ശിക്ഷ എത്രയാണോ അള്ളാഹു നിശ്ചയിച്ചത് അത്രയും കാലം ശിക്ഷ അനുഭവിച്ചതിന് ശേഷം അവരെന്ത് ചെയ്യും? അവരുടെ ശിക്ഷ അവസാനിക്കും. എന്നാൽ കാഫിറിനെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാൾ വരെയും ഖബറിലെ ശിക്ഷ തുടർന്നുകൊണ്ടേയിരിക്കും. അടുത്തൊരു മസല പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഖബർ എന്ന് പറയുമ്പോൾ അദാബുൽ ഖബർ മാത്രമാണ് പറയുക, സാധാരണ പറയാറില്ല. ഖബർ എന്ന് പറയുമ്പോൾ തന്നെ ഖബറിലെ ശിക്ഷയാണ് ഓർമ്മ വരിക. എന്തുകൊണ്ട് ഖബറിലെ സുഖങ്ങൾ പറയുന്നില്ല എന്ന ഒരു ചർച്ച ഉണ്ട്. അതില്ലേ ഖബർ എന്ന് പറയുമ്പോൾ നേരെ നമുക്ക് ഖബർ ശിക്ഷയാണ് ഓർമ്മ വരിക. ഖബറിലെ സുഖം
എന്തുകൊണ്ട്? അതിന് പല കാരണങ്ങൾ പറയേണ്ട. ഒന്ന്, അധിക ആളുകൾക്കും ഖബറിൽ ശിക്ഷ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. ശിക്ഷയാണ് അധിക ആൾക്കും കിട്ടുക, അതാണ് ഒരു കാരണം പറയുന്നത്. മറ്റൊന്ന്, ബിദ്അത്തിന്റെ ആളുകൾ ഖബറിൽ ശിക്ഷ നിഷേധിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ശിക്ഷയെ പ്രത്യേകം എടുത്തു പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടിയിരിക്കുന്നു, ഖബറിലെ സുഖം പ്രത്യേകം ചോദിച്ചതായി ഹദീസിൽ വന്നിട്ടില്ല. ഇങ്ങനെയുള്ള പല വജഹുകളിലൂടെ അത് പറയാറുണ്ട്. അതേപോലെ തന്നെ ഖബറിലെ ഇടുക്കം അതെല്ലാവരും അനുഭവിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഖബർ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഖബറിലെ ശിക്ഷയെക്കുറിച്ചാണ് പരാമർശം വന്നിട്ടുള്ളത്. ഖബറിലെ സുഖത്തെക്കുറിച്ച് ഖുർആനിൽ പരാമർശമില്ല. ഇങ്ങനെ കാരണം കൊണ്ടാണ് ഖബറിൽ ശിക്ഷയും രക്ഷയും ഉണ്ടായിട്ടും ശിക്ഷയാണ് കൂടുതൽ, അല്ലെങ്കിൽ ഖബറിലെ സുഖങ്ങൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ഖബറിലെ ശിക്ഷയാണ് പറയാനുള്ള കാരണം എന്ന് പറയുന്നു. അടുത്തത്, നേരത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച അവസാനം പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല, ഖബറിലെ ശിക്ഷ അത് ശരീരത്തിനും കൂടി അനുഭവിക്കും. ചില ആളുകൾ ഖബറിലെ ശിക്ഷ സ്വപ്നം പോലെയാണെന്ന് പറയും, അത് ശരിയല്ല. ഖബറിലെ ശിക്ഷ അത് ശാരീരികമായിട്ട് തന്നെ അനുഭവിക്കുന്നതാണ്. അതേപോലെ തന്നെ ഖബർ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? കുഴിയാണ്, അല്ലേ? എന്തായിരുന്നാലും മണ്ണിൽ അടക്കം ചെയ്യുന്നതിനാണ് ഖബർ. അത് ആ പേര് വരാനുള്ള, അപ്പം അദാബുൽ ഖബർ എന്ന് പറഞ്ഞ ഒരാൾ വിമാനാപകടത്തിൽ മരിച്ചു, അയാളുടെ ശരീരത്തിൻ്റെ ഒരു പൊടി പോലും കിട്ടിയില്ല, അയാൾക്ക് അദാബുൽ ഖബർ ഉണ്ടാകും, അല്ലെങ്കിൽ നഈമുൽ ഖബർ ഉണ്ടാകും. പിന്നെ ഖബർ എന്നെടുത്ത് പറയാനുള്ള കാരണം അഗ്ലബിയത്തിൻ്റെ ബാബറാണ്. സാധാരണ മുസ്ലിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഖബർ അടക്കുകയാണ് ചെയ്തുകൊണ്ട് അവിടെയുള്ള ശിക്ഷ എന്നർത്ഥത്തിൽ. മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഖിയാമത്ത് നാൾ വരെ ഉള്ള ആ കാലയളവിനാണ് എന്ത് പറയാം? ഹയാത്തുൽ ബർസഖ് എന്ന് പറയാം. അതിൽ ശിക്ഷയും രക്ഷയും ഉണ്ടാകും. ഖബറിലാണെങ്കിലും, ഖബറിൽ മറമാടിയവനാണെങ്കിലും, ഇനി കത്തി ചാമ്പലായ ആളാണെങ്കിലും ഒക്കെ അതുണ്ടാകും. നമുക്കറിയാവുന്ന വിഷയമാണത്, ഇതിൻ്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഖബർ അത് അവിടെയുള്ള അവസ്ഥകൾ, ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് ഖബർസ്ഥാനുകളുണ്ട്, അവിടെ അതിൻ്റെ ശിക്ഷകളും രക്ഷയും അനുഭവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ നമ്മൾക്കത് മറക്കപ്പെട്ടിരിക്കുന്നു, അല്ലേ? ശുദ്ധ ഖുർആനിൽ പറഞ്ഞ പോലെ വമിൻ വറാഇഹിം ബർസഖ് ഇലാ യൗമി യുബ്അഥൂൻ. ഇതൊരു മറയാണ്. ബർസഖ് എന്ന് പറഞ്ഞ അർത്ഥം മറയാണ്. ശരിക്കും ഈ പരിസരത്തൊക്കെ ഖബറുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അവിടെയുള്ള ആളുകൾ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒന്നുകിൽ ശിക്ഷ അനുഭവിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിലെ സുഖം അനുഭവിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്കത് മറക്കപ്പെട്ടിരിക്കും, നമ്മൾ കാണുന്നില്ല. അതിലെ ഹിക്മത്ത് പണ്ഡിതന്മാർ പറയുന്നു, ഒന്ന്, അദാബുൽ ഖബർ മിനൽ ഉമൂരിൽ ഗൈബിയ്യ. ഗൈബിയായി നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ അനുഭവിച്ചിട്ടില്ല. അള്ളാഹു പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നമ്മൾ വിശ്വസിക്കുന്നു. അദൃശ്യമാണ്, ഗൈബിയായ കാര്യമാണ്, അതിൽ നമ്മൾ വിശ്വസിക്കുന്നു. ആ നിലക്ക് അള്ളാഹു തആല അള്ളാഹ് പറഞ്ഞ ഗൈബിയായ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് പരീക്ഷിക്കാനാണ് ഖബർ ശിക്ഷ. ഖബർസ്ഥാനം ഇവിടെ ഉണ്ടായിട്ടും നമ്മൾക്ക് അത് മറക്കപ്പെട്ടിരിക്കുന്നത്, നമ്മളത് വിശ്വസിക്കുന്നുണ്ടോ എന്ന് അള്ളാഹു പരീക്ഷിക്കാനാണ്. രണ്ടാമത്തെ ഒരു കാരണം മനുഷ്യൻ്റെ ദുർബലതയാണ്. മനുഷ്യന് ഖബറിലെ ശിക്ഷ കണ്ടു നിൽക്കാൻ സാധിക്കില്ല. അപ്പം ആലോചിച്ചു, ഈ ഖബർസ്ഥാനുള്ള ശിക്ഷ നമുക്ക് ലൈവായിട്ട് ഇങ്ങനെ അവിടെ പോയാൽ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, പേടിച്ചു മരിക്കും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? മാ റഅയ്തു മൻദറൻ ഖത്തു ഇല്ലാ വൽ ഖബ്റു അഫ്ളഉ മിൻഹു. ഞാൻ കണ്ട ഏറ്റവും ദുർഘടമായ പ്രയാസമേറിയ കാഴ്ചകൾ ഖബറിലാണ്. പല നിലക്കുള്ള ശിക്ഷകളുമുണ്ട്. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ശരിക്കും നമുക്ക് മറക്കപ്പെട്ടു എന്നുള്ളത് അനുഗ്രഹമാണ്. മറ്റേ നമുക്ക് ഖബർസ്ഥാൻ്റെ അടുത്ത് നടന്നു പോകാൻ കഴിയില്ല, അവിടെ നടക്കുന്നതൊക്കെ ഇങ്ങനെ കാണുകയാണെങ്കിൽ. ഒന്ന്, മനുഷ്യൻ അത് താങ്ങാൻ സാധിക്കില്ല. മറ്റൊരു കാരണം, അവിടെയുള്ള കോലാഹലങ്ങളും ശബ്ദങ്ങളും അത് നമ്മളെ ശ്രവണപുടങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തതായിരിക്കും, അത്രയും ഉണ്ടാകും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാഫിറിനോട്, മുനാഫിഖിനോട് ചോദ്യം ചോദിക്കുമ്പോൾ അവന് ഉത്തരം കിട്ടാത്ത സമയത്ത് മലക്കുകൾ അവനെ ശക്തമായി അടിക്കും. ആ അടി കിട്ടിയ സമയത്ത് ഫയസീഹു സൈഹതൻ, അവൻ അട്ടഹസിക്കും. ലാ യസ്മഉഹാ മൻ യലീഹി ഇല്ല സഖലൈൻ. മനുഷ്യനും ജിന്നല്ലാത്ത ബാക്കിയുള്ള ജീവികൾക്കൊക്കെ അത് കേൾക്കാൻ സാധിക്കുന്നതാണ്. ചില റിവായത്തിൽ കാണാം, ആ ശബ്ദം കേട്ടാൽ എന്തു ചെയ്യും?
മനുഷ്യൻ ആ ശബ്ദം കേട്ടിരുന്നെങ്കിൽ ലസായിഖ, അവൻ ബോധം കെട്ടുപോകും, അവൻ താങ്ങാൻ സാധിക്കില്ല. അത്രയും ശക്തമായ ശബ്ദവും അതുപോലെയുള്ള ശിക്ഷകളും അവിടെ ഉണ്ട്. അപ്പോൾ ആ നിലക്ക് നമ്മളെ കൊണ്ട് പറ്റൂല, പേടിയായിരിക്കും, താങ്ങാൻ പറ്റൂല. ആ നിലക്ക് നമ്മൾക്ക് അത് മറക്കപ്പെട്ടു എന്നുള്ളത് നിഅമത്താണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, ലൗല അൻ ലാ തദാഫനു ലദഅഉതുല്ലാഹ അൻ യുസ്മിഅകും മിൻ അദാബിൽ ഖബർ. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പരസ്പരം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾ ഖബറടക്കും. അതാണിപ്പോൾ സംഭവം. ആ വിഷയം നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖബറിൽ അനുഭവിക്കുന്ന ശിക്ഷ നിങ്ങളെ കേൾപ്പിക്കണമെന്ന് ഞാൻ റബ്ബിനോട് ദുആ ചെയ്യുമായിരുന്നു. ഇങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾ പരസ്പരം ഖബറടക്കുകയില്ല എന്ന അവസ്ഥ പേടിച്ചിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പ്രാർത്ഥിക്കാതിരുന്നതെന്നാണ്. എന്ന് പറഞ്ഞാൽ എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ നടക്കുന്ന ശിക്ഷ നിങ്ങളെ കേൾപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അത് കേട്ടാൽ പിന്നെ ഒരാളും ചെയ്യൂല, ഖബറടക്കാൻ ഖബർസ്ഥാനിക്ക് പോകില്ല. ഒരാൾ മരിച്ച ഒരാൾക്കും ധൈര്യം ഉണ്ടാവില്ല ഖബറടക്കാൻ. ഇങ്ങനൊരവസ്ഥ ഉള്ളത് കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാതെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുമായിരുന്നു എന്നാണ്. എന്ത് ഖബറിൽ നടക്കുന്നതൊക്കെ നമ്മൾ കേൾക്കണം എന്ന് റസൂലുള്ള നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ നമ്മളത് കേട്ടാൽ പിന്നെ എന്ത് ചെയ്യില്ല, ഒരാളും മരിച്ചാൽ പിന്നെ അതിന് ധൈര്യം കാണിക്കില്ല. അത്രയും ഭയാനകമായ കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുക എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം.